എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ സൈൻ, കോസ്, ടാൻ എന്നിവയുടെ വാല്യൂകൾ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുക എന്നാണ് നാം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വാല്യൂകളൊക്കെ പെട്ടെന്ന് ഓർത്ത് പറയാൻ അല്പം ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ട്രിഗണോമെട്രി ചാപ്റ്ററിൽ എപ്പോഴും നമുക്ക് ഇതിൻ്റെ വാല്യൂകൾ ആവശ്യം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ കുറച്ച് കള്ളികൾ വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ കള്ളികളൊന്നും വരയ്ക്കേണ്ട, നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കള്ളികൾ വരച്ചത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് സൈനും കോസും ടാൻ്റെ വാല്യൂകളാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇത് സൈൻ, കോസ്, ടാൻ. ഓക്കെ, ഇങ്ങനെ എഴുതി. അതിന് ബുദ്ധിമുട്ടില്ല അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എത്ര വേണം? നമുക്കിനി 0 മുതൽ 90 ഡിഗ്രി വരെ അല്ലേ, ഇതാണ് നമുക്ക് എഴുതേണ്ടത്. അതായത് 0 ഡിഗ്രി, അത് കഴിഞ്ഞാൽ 30 ഡിഗ്രി, പിന്നെ 45 ഡിഗ്രി, അടുത്ത 60 ഡിഗ്രി, അടുത്ത 90 ഡിഗ്രി. അപ്പം ബാക്കിയുള്ള വാല്യൂകളൊക്കെ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂകളാണ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരിക. നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട വാല്യൂകൾ ഇവയുടെ വാല്യൂകളാണ്. ഇനി നാം എന്ത് ചെയ്യണം? നമുക്കിവിടെ ആദ്യം 0 മുതൽ 0, 1, 2, 3, 4 ഇങ്ങനെ എഴുതി. 1, 2, 3, 4. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നാം എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒക്കെ ഒന്ന് റൂട്ട് എഴുതാം. അപ്പോൾ റൂട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് 0യുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല അല്ലേ? 0 തന്നെ. ഇനി നമുക്ക് റൂട്ട് 1 എന്ത് ചെയ്യാലോ? 1 തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൽ അവർ രണ്ടാളും നമ്മൾ ഒഴിവാക്കി. പിന്നെ നമുക്ക് ഈ 2-നൊരു റൂട്ട് കൊടുത്തു, 3-നൊരു റൂട്ട് കൊടുത്തു, 4-നൊരു റൂട്ട് കൊടുത്തു. അപ്പോൾ ഇതും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലേ? ഓക്കെ, ഇനി നോക്കിയാൽ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 തന്നെ, റൂട്ട് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 തന്നെ, റൂട്ട് 4 എന്ന് പറഞ്ഞാലോ നമുക്കറിയാം അത് 2 ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? 2 എന്ന് എഴുതിയാൽ മതി ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇവയെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം എല്ലാത്തിനെയും. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 0 തന്നെ വരും അല്ലേ? ഇതിന് മാറ്റമൊന്നുമില്ല. 1-നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റൂട്ട് 2-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റൂട്ട് 3-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2-നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പം ഇവിടെ നോക്കിയാൽ ഇതിനെയും നമുക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റും അല്ലേ? 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വീണ്ടും ഇവനൊന്ന് മാറ്റി എഴുതാം. നമുക്ക് 1 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പിന്നെ നമുക്ക് എല്ലാ വാല്യൂകളും പെട്ടെന്ന് എഴുതാം. ഒറ്റ കാര്യം മാത്രം. എന്താണിത്? ഈ 45-ൻ്റെ വാല്യൂ നോക്കിയാൽ റൂട്ട് 2/2 എന്നുണ്ട് അല്ലേ? അപ്പോൾ റൂട്ട് 2/2 എന്ന് പറയുമ്പോൾ അത് ഒരു കെടുപ്പ് അത്ര സുഖമില്ല അല്ലേ? അപ്പോൾ നമുക്ക് അതിനൊന്ന് മാറ്റി എഴുതാം. ഇവിടെ നോക്കിയേ, റൂട്ട് 2/2 എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് 2 ഈ 2-നെ നമുക്ക് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം അല്ലേ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയേ, ഇനി ഇവിടെ ഈ റൂട്ട് 2ഉം ഈ റൂട്ട് 2ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ബാക്കി ഇവിടെ 1. അപ്പോൾ എന്ത് വരും? 1/√2 എന്ന് വന്നു. അപ്പോൾ ഈ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ റൂട്ട് 2/2 എന്നുള്ളത് ഒന്ന് മാറ്റിയിട്ട് എന്താക്കാം? നമുക്ക് 1/√2 എന്ന് എഴുതാം. ഇതോടുകൂടി നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്നും അല്ല, കോസും ടാനും ഇവിടെ എടുക്കല്ലേ അല്ലേ? അപ്പോൾ കോസിൻ്റെ വാല്യൂ എന്തെങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു പ്രയാസമില്ല. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ നമ്മൾ 0 തൊട്ട് ഇങ്ങനെ എഴുതിപ്പോയി അല്ലേ? 1 വരെ ഇങ്ങനെ എഴുതിപ്പോയി. ആ ഓർഡർ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ആദ്യം നമുക്ക് 1 എഴുതാം. 1. ഇനി ഇത് നമുക്ക് ഇവിടേക്ക് എഴുതാം, റൂട്ട് 3/2. ഇനി ഇത് ഇതേപോലെ തന്നെ എഴുതി, 1/√2. ഇനി 1/2, അടുത്തത് 0. കണ്ടില്ലേ? ഈ ഓർഡർ നമ്മിങ്ങനെ തിരിച്ചെഴുതി കഴിഞ്ഞപ്പോൾ കോസിൻ്റെ വാല്യൂ ഒക്കെ കിട്ടി. ഇനി നമുക്ക് ടാനിൻ്റെ വാല്യൂ കിട്ടണം അല്ലേ? അതിനെന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ന്യൂമറേറ്ററും ഇതിൻ്റെ ന്യൂമറേറ്ററും തമ്മിൽ ഹരിച്ചാൽ മതി. അതായത് 0/1 അല്ലേ? 0/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. ഇനി 1/√3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/√3 തന്നെ അല്ലേ? ഇതിൻ്റെ അംശവും ഇതിൻ്റെ അംശവും. അപ്പോൾ 1/√3. കണ്ടില്ലേ? ഇനി 1/1 എത്ര കിട്ടും? 1. ഇനി റൂട്ട് 3/1. റൂട്ട് 3/1 എത്രയാണ്? റൂട്ട് 3. ഇനി 1/0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇൻഫിനിറ്റി ആണ് അല്ലേ? ഇൻഫിനിറ്റി. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ ഓർമ്മിക്കുക. അതായത് 0 മുതൽ 1, 2, 3, 4 എന്ന് എഴുതി, അതിനുശേഷം അതിൻ്റെ റൂട്ട് ഇട്ടു അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത്രയും നമ്മൾ ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കോസ് കിട്ടാൻ എന്ത് ചെയ്യുക? ഇതിനെ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ എഴുതാം. അത് കഴിഞ്ഞാൽ ടാൻ കിട്ടാനോ? ഇതിൻ്റെ ന്യൂമറേറ്റർ അല്ലേ? ബൈ ഇതിൻ്റെ ന്യൂമറേറ്റർ. അപ്പോൾ 0/1 0, 1/√3
√3 1/√3 1/1 1 √3/1 √3 1/0 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൻ്റെ വാല്യൂകൾ ഓർമ്മയിൽ വെക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വളരെ എളുപ്പത്തിൽ തന്നെ അല്ലേ, അത് അധികം സമയമൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും.